ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രുവാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗമാണ്. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന ഒരു ലേഖമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ ഇതിൻ്റെ റൈറ്ററുടെ പേരാണ് ഗാലിബ് കലീം. അപ്പോൾ ഗാലിബ് കലീം എഴുതിയ ഒരു ലേഖനമാണ് സാഫ് സഫായി മേ അവൽ ഗാവ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. സോ നമുക്ക് ആദ്യം തന്നെ റൈറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽസ് നോക്കാം. സോ ഗാലിബ് कलीम का जन्म बिहार में हुआ. അദ്ദേഹം ജനിച്ചത് ബീഹാറിലാണ്. ഉനേം ഘൂമനെ ഫിർനെ കാ ഷോക്ക് ബച്പൻ സേ ഹി താ. എന്താണ്, പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഉൻകാ മാനന ഹേ കി जो चीज़ें हम किताबों में पढ़ते हैं घूमने के दौरान अपनी आँखों के सामने उन्हें देखने एक अलग അനുഭവം होता है. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കുന്ന ആ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ അതൊരു നല്ല അനുഭവമാണ്. वे सिर्फ खूबसूरत नज़ारे ही नहीं देखते बल्कि वहाँ के लोग उनकी कला, संस्कृति और खान पान को भी नज़दीक से देखते और समझते हैं. അതായത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, പകരം അവിടുത്തെ ആളുകൾ, അവിടുത്തെ കൾച്ചർ, ഓക്കെ, അവിടുത്തെ ഖാൻ പാൻ മീൻസ് എന്താണ്, ഭക്ഷണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കും. उनकी रचनाएं अक्सर बाल पत्रिकाओं में प्रकाशित होती है. അദ്ദേഹത്തിൻ്റെ രചനകൾ ബാൽ പത്രികയിലാണ് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കൂടുതൽ രചനകൾ എഴുതുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. സാഫ് സഫായി മേ അവൽ ഗാവ്. ഓക്കെ, സാഫ് സഫായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയുള്ള, അവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് ശുചിത്വമുള്ള അല്ലെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ ആദ്യത്തെ ഗ്രാമം, അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ഗ്രാമം, ഫസ്റ്റ് വൺ. അത് ഏത് ഗ്രാമമാണ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. അതിനകത്ത് ലിനോങ്സെ സാഫ് സുദ്ര ഗാവ് എന്ന് കൊടുത്തിട്ടുണ്ട്. കച്ചറാന ഫേക്ക്, വേസ്റ്റ് വലിച്ചെറിയരുത്. കാ ഇസ്തമാൽ കരെ, അതായത് ഇവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, കൂടേതാണ് അത് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്ന്. അതിന് ഒരു പോസ്റ്ററൊക്കെ അവിടെ കാണാം. ഓക്കെ, നമുക്ക് നോക്കാം. ഏഷ്യ കെ സബ്സെ സാഫ് സുദ്ര ഗാവ് മാവ് ലിനോങ് മേഘാലയ മേ ഹെ. ഏഷ്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രാമമാണ് മാവ് ലിനോങ്. അത് മേഘാലയയിലാണ്. മേഘാലയ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണ്. സാൽ 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. 2003 ഈ ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തു. ചുനാ ഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുക. ओके, साफ़ सुथरे എന്ന് വെച്ചാൽ ക്ലീൻ. इस गाँव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गाँव वाले खुद ही करते हैं. खासियत എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷത. ഗാവ് വാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമത്തിലുള്ളവർ. ഖുദ് ഹി കർത്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ചെയ്യുന്നു. ഖുദ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ചെയ്യുക എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് ഇവിടെ ക്ലീൻ ചെയ്യുന്നത് എന്താണ്, ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. സ്വച്ഛതാ കെ ലിയെ യഹാ കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. പ്രശാസൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം, അല്ലെങ്കിൽ ഭരണകർത്താക്കൾ. അതായത് ഗ്രാമം ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ ഭരണകർത്താക്കളെ ഒന്നും ആശ്രയിക്കുന്നില്ല, അവർ സ്വയം തന്നെ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യഹാൻ ഗാവ് വാലോം കി കോൺസി മനോദശ പ്രകട് ഹോത്തി ഹെ. എന്താണ് അവർ ഗ്രാമം, എന്താണ് അവർ കാരണമാണ് ഗ്രാമത്തിലിങ്ങനെ മാലിന്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് അവർ തന്നെ ക്ലീൻ ചെയ്യുന്നു. ഇസ് ചോട്ടെ സെ ഗാവ് മേ പ്ലാസ്റ്റിക് പൂരി തരഹ പ്രതിബന്ധിത് ഹെ. അതായത് പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. പൂരെ ഗാവ് മേ ജഗ ജഗ ബാൻസ് സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ലഗായെ ഗയെ ഹെ. ബാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയാണ്. അപ്പോൾ മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിന്ന് ഗ്രാമത്തിൽ പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नजर आती है तो वे फ़ौरन सफाई में लग जाते हैं. ഓക്കെ, ഒരു പിക്ചറൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്യുന്ന. ഓക്കെ, അതായത് മഹിളാ പുരുഷ, അതായത് ഗ്രാമത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും മാലിന്യം എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും. ഫോറൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ആയിട്ട് ചൂലുമൊക്കെ ആയിട്ട് പോയി ക്ലീൻ ചെയ്യുന്നവർ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട്. ബാക്കി റിമൈനിങ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.